ചേട്ടാ കുറച്ച് കാശ് വേണമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ആരുമായിട്ട്? ഇവനുമായിട്ട്. രക്ഷപ്പെടും. അല്ല, എന്താ ബിസിനസ്? ചേട്ടാ, അതായത് നമ്മുടെ ചിന്നക്കട ചന്തയിൽ നിന്ന് മലക്കറി ഹോൾസെയിലിന് വാങ്ങിക്കും. ആ, എന്നിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി പൊള്ളാച്ചിക്ക് വെക്കും. വാ, സൂപ്പർ. ഉറപ്പായിട്ട് രക്ഷപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, പൊള്ളാച്ചിൽ തന്നെ മലക്കറിക്ക് ക്ഷാമമായിട്ട് ഇറക്കി. അപ്പോൾ ബിസിനസ്സിൽ മലക്കറിയുടെ എണ്ണം കൂട്ടാൻ ചേട്ടനാൽ കഴിയുന്ന എന്തെങ്കിലും. പിന്നെന്ത്, ഇപ്പൊ തരാം. ഇവിടെ ഇല്ലേ, പോയല്ലേ. വിൽക്കുമ്പോ ആദ്യം ഇത് തന്നെ വിൽക്കണേ. ഇനി നിന്റെയൊക്കെ മലക്കറി ഇട്ടിട്ട് വേണം പൊള്ളാച്ചിക്കാർക്ക് സാമ്പാർ വെച്ച് തിന്നാൻ. എടാ, കുറച്ചേലും ബോധം വേണോടാ. നീയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബിസിനസ് തുടങ്ങിയായിരുന്നല്ലേ? ഇവിടുന്ന് ഹോൾസെയിലിന് തേയില വാങ്ങിച്ചിട്ട് മൂന്നാറിൽ കൊണ്ടുപോയി വിറ്റ്. വിറ്റ്. എടാ, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പോട്ടെ, നീ വീട്ടിൽ എന്തെങ്കിലും ചെലവിന് കൊണ്ടുവന്നിട്ടുണ്ടോ? ചെലവ് തരുന്നില്ലെങ്കിലും ചെലവിന് കുറവൊന്നുമില്ലല്ലോ ചേട്ടാ. നീ എന്നീ പൊള്ളാച്ചിയായിട്ടുള്ള ബന്ധം വിടുന്ന് അന്ന് നീ രക്ഷപ്പെടും. നിന്റെ ഏതൊരു വിവരമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പൊള്ളാച്ചി പോയപ്പോൾ അവിടുത്തെ ഹോട്ടലിലെ സാമ്പാർ കഷ്ടമൊന്നുമില്ല. ഇതിപ്പോ ഓർഡർ ചെയ്ത മലക്കറിക്കൊക്കെ കാശ് എങ്ങനെ കൊടുക്കും? ഒരു വഴിയുണ്ട്. അച്ഛൻ മരിക്കാൻ സമയത്ത് ചേട്ടൻ്റെ ഒരു പെട്ടി കൊടുത്ത് കാലങ്ങളായി കൈമാറി വന്നെന്തോ സാധനം അത് തടയുന്നെന്തോ ആണ്. നമുക്കത് പൊക്കാം. പൊക്കാം. ചമ്മിയെ ഞാൻ കിട്ടിയതിന്റെ അന്നേ ചമ്മിയായിരുന്നു. എനിക്കിത് അങ്ങനെ എന്തിനാ തന്നേന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. പണ്ട് ഇട്ടോണ്ട് കിടക്കണമായിരുന്നു. എന്തായാലും പൊള്ളാച്ചി വരെ പോന്നല്ലേ, ഇട്ടോണ്ട് പോ. സംഭവം ആൻറ്റീക്ക. നമുക്ക് ഈ ഡിസൈൻ്റെ ഒരു 10 പീസ് അടിച്ചിട്ടേ പൊള്ളാച്ചി കൊണ്ട് വിറ്റാലാ. നിന്റെ അച്ഛൻ്റെ വീടാ.